മരിച്ച 23 മലയാളികൾക്കും നാടിന്റെ അന്ത്യാഞ്ജലി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അന്തിമോപചാരം അർപ്പിച്ചു. 12 പേരുടെ സംസ്കാരം ഇന്ന്. ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് വിട നൽകി നാട്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി മന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ മുഖ്യമന്ത്രി. ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങളെന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതുരീതിയും സംസ്കാരവും ഉണ്ടല്ലോ, അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അനുമതി നിഷേധിച്ചത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ഇടുക്കിയിൽ കാരവാൻ പാർക്കിന്റെ സ്ഥലമുടമ വിപിൻ വിജയകുമാറിന്റെ പട്ടയത്തിലും അവ്യക്തത. ആധാരത്തിലും രേഖകളിലും സർവേ നമ്പറുകളിലും വ്യത്യാസം. വ്യാജ പട്ടയം നിർമ്മിച്ചിട്ടുണ്ടോ എന്നതിൽ റവന്യൂ വകുപ്പ് പരിശോധന. കെ മുരളീധരന് വേണ്ടി കോഴിക്കോട് വീണ്ടും ബോർഡുകൾ. പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന പരാമർശം. ബോർഡുകൾ സ്ഥാപിച്ചത് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ. തൃശൂർ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ഞായറാഴ്ച ചുമതലയേൽക്കും. T20 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടിനും ജയം. അമേരിക്ക അയർലൻഡ് പോരാട്ടം രാത്രി 8 മണിക്ക്. സൂപ്പർ 8 സാധ്യതകൾ സജീവമാക്കാൻ അമേരിക്കയ്ക്ക് ജയം അനിവാര്യം. യൂറോ കപ്പ് ഫുട്ബോളിന് നാളെ തുടക്കം.